ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം അവലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുതിരാൻ വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ഗ്ലാസ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം, പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് അരിപ്പൊടി എടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് അളവിൽ നാളികേരം ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3/4 ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഏലക്കായയാണ്. ഞാനിവിടെ ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോട് കളഞ്ഞ് ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചേർക്കുന്നതിന് പകരം ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ കുതിർത്ത് വെച്ച അവലൂടെ ചേർത്ത ശേഷം 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് 1.5 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. ഇനി ഇത് നല്ലപോലെ പൊങ്ങി വരുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് മൂടി കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഇതുപോലെ മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, വട്ടയപ്പമാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആവി ഏറ്റിയെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ആവി ഏറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വട്ടയപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നടുഭാഗത്ത് ഒരു മുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ ഇതെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടാറി വരുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് വിട്ട് വരും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അരി കുതിർത്തി അരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.